ഹായ് ഹലോ വിങ്സ് ഓഫ് എയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ പവറും ആംപറേജും പിന്നെ പവറിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, സോ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഏതൊരു ഇലക്ട്രിക്കൽ ഉപകരണവും എത്രത്തോളം എനർജി എടുക്കുന്നുണ്ട്, എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതാണ് അതിൻ്റെ പവർ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെന്ന് അറിയാം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഹീറ്റ് ആവുകയാണ്. സോ ഹീറ്റ് ബൈ ടൈം എന്ന് എഴുതി. ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാം. ഹീറ്റ് ഇസ് ഈക്വൽ ടു I²RT ബൈ ടി ആണ്. അപ്പോൾ ടി ക്യാൻസൽ ആവും. പവറിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? I²R എന്ന് കിട്ടും. ഓക്കെ, ഇനി പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. ഓക്കെ, WATT വാട്ട്. ആൻഡ് പവറിന് ഹീറ്റ് നമ്മൾ പഠിച്ചപ്പോൾ ഹീറ്റിന് ഇതേപോലെ ഒരു ഇക്വേഷൻ തന്നെ 3 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതേപോലെ പവറിനും 3 ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏതാണോ നമുക്ക് തരുന്നത്, ഇപ്പോൾ വോൾട്ടേജും കറണ്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ല വോൾട്ടേജ് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കറണ്ടും റെസിസ്റ്റൻസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 3 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞാൽ I²R. സെക്കൻഡ് ഇക്വേഷൻ വോൾട്ടേജും റെസിസ്റ്റൻസും ആണെന്നുണ്ടെങ്കിൽ V²R, പവർ ഇസ് ഈക്വൽ ടു V²R എന്ന് എഴുതാം. തേർഡ് പവർ ഇസ് ഈക്വൽ ടു I ഇൻറ്റു V, ദാറ്റ് ഇസ് കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. ഇനി കറണ്ടും വോൾട്ടേജും തരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ആംപറേജ്. ആംപറേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് എൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. അത് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം, ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിലുള്ള അതിൻ്റെ പവറും അതിൻ്റെ വോൾട്ടേജും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ആംപറേജ്. ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിൻ്റെ പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ, അനുപാതത്തിനെയാണ് നമ്മൾ ആംപറേജ് എന്ന് പറയുന്നത്. ആംപറേജ് ഇൻക്രീസസ് വിത്ത് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ആംപറേജ് കൂടും. ആംപറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നാണ്. പവറിൻ്റെയാണ് നമുക്ക് വാട്ടേജ്, ആൻഡ് വോൾട്ടിൻ്റെ വോൾട്ടേജ്, ദാറ്റ് ഇസ് ഈക്വൽ ടു W/V. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ പവർ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. പ്രോബ്ലം എന്താണ്? എ കറണ്ട് ഓഫ് 0.4 ആംപിയർ ഫ്ലോ ത്രൂ എൻ ഇലക്ട്രിക്കൽ ബൾബ് വർക്കിംഗ് അറ്റ് 230 വാട്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ബൾബ്? ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു 0.4 ആംപിയർ ഉള്ള ഒരു കറണ്ട് ഒരു ഇലക്ട്രിക്കൽ ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ആ ബൾബിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. സോ ബൾബിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം എഴുതുകയാണ്. നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. കറണ്ട് ഇസ് ഈക്വൽ ടു 0.4ഉം വോൾട്ടേജ് 230 തന്നിട്ടുണ്ട്. രണ്ടും തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് ആദ്യം ഫസ്റ്റ് എടുത്ത് എഴുതി. എന്നിട്ട് പിന്നെ എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം? നമ്മൾ 3 ഇക്വേഷൻ നന്നായി പഠിച്ച് വെക്കുക. എന്നിട്ട് അതിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് വെച്ചിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓർക്കണം. സോ പവറും കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഇക്വേഷനാണ് P ഇസ് ഈക്വൽ ടു I ഇൻറ്റു V, കറണ്ടിൻ്റെ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ P ഇസ് ഈക്വൽ ടു വോൾട്ടേജിൻ്റെ I ചെയ്തപ്പോൾ 230 ഇൻറ്റു 0.4 ആംപിയർ ചെയ്യുമ്പോൾ നമുക്ക് 92 വാട്ട് എന്ന് കിട്ടും. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. സോ വാട്ട് എഴുതണം 92 വാട്ട്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലും 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് റിലേറ്റഡ് ടു ആംപറേജും പിന്നെ വേറൊന്ന് പവറും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അപ്ലയൻസസ് ഓഫ് പവർ 540 വാട്ട് ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 വാട്ട് ആണ് വോൾട്ടേജ്, വാട്ട് ഈസ് ദ ആംപറേജ്? സിമ്പിളാണ്, തരാനുള്ളതൊക്കെ അവർ തന്നിട്ടുണ്ട്. ആംപറേജ് കണ്ടുപിടിക്കാനാണ്. പവർ തന്നിട്ടുണ്ട് 540 വാട്ട് ആൻഡ് വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ആംപറേജ് ആണ്. സോ ആംപറേജ് ഇസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് എന്ന് പറയുന്നത് 540 ആൻഡ് വോൾട്ടേജ് 230. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.34 ആംപിയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവറിൻ്റെയാണ്. എ ഹീറ്റിംഗ് അപ്ലയൻസസ് ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm. ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് അപ്ലയൻസസ്? ഒരു ഹീറ്റിംഗ് അപ്ലയൻസസിൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 150 ohm ആൻഡ് കറണ്ട് 2 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു ഹീറ്റിംഗ് അപ്ലയൻസസിലൂടെ ഒഴുകുന്ന കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന പവറാണ് കണ്ടുപിടിക്കേണ്ടത്. പവറും ഹീറ്റും റെസിസ്റ്റൻസും കറണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസും കറണ്ടും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയ ഫസ്റ്റ് ഇക്വേഷനാണ് I²R.
പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ ആർ പറയുന്ന ഇക്വേഷൻ. സോ അത് നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടിയതൊക്കെ അവിടെ എഴുതുക. റെസിസ്റ്റൻസ് 115 ഓം ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് 2 ഓം ആൻഡ് പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ ആർ 2 സ്ക്വയർ ഇൻറ്റു 115 ദാറ്റ് ഇസ് ഈക്വൽ ടു 460 വാട്ട് എന്നാണ് പവർ കിട്ടുക. ഓക്കെ.